ഓ ഉണ്ടാക്കി തരാലോ. ഇതും കൊണ്ട് നിനക്കൊരു അടിയും തരാം. ചേമ്പിൻ തണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ബജി മാവ് തയ്യാറാക്കാം. ആദ്യം കടലമാവ്, കുറച്ച് മൈദാപ്പൊടി, കുറച്ച് അരിപ്പൊടി, പിന്നെ LG കായപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കായപ്പൊടി ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി. ഇവ ചേർത്ത് നന്നായി കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴമ്പ് രൂപത്തിൽ ഇളക്കിയെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി. ഒന്നായി ഒഴിച്ചാൽ വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ബജിയുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഓരോന്ന് നമുക്ക് മാവിലേക്ക് മുക്കി ചീനിച്ചട്ടിയിലേക്ക് ഇടാം. ഇങ്ങനെ എല്ലാം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. വീട്ടിൽ പറമ്പിലൊക്കെ ചേമ്പുന്നുണ്ടുള്ളവർ ഇത് കുട്ടികൾക്കൊക്കെ പരീക്ഷിച്ച് നോക്കൂ. കുട്ടികൾക്ക് ചേമ്പുന്നുണ്ടൊക്കെ കഴിക്കാൻ വളരെ മടിയായിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്ത് വെറൈറ്റി ആയിട്ടൊക്കെ കൊടുത്തു പറഞ്ഞാൽ കുട്ടികൾ കഴിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായി എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയറും ചെയ്ത് ലൈക്കും ചെയ്യണേ. അങ്ങനെ നമ്മളെല്ലാം ഇവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അച്ചു, എന്നാ ചേമ്പുന്നുണ്ട് ബജി കഴിച്ചു നോക്കൂ. എങ്ങനെയുണ്ട്? കടയിൽ ഉണ്ടാക്കണേനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട്. കടയിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കില്ല. സൂപ്പറായിണ്ടാ? ഇനി ഉണ്ടാക്കി തരുമോ? ഓ പിന്നെന്താ, എന്നാ കഴിച്ചോളൂ. അബി, ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇതെന്ത് ബജിയെന്ന് പറഞ്ഞേ? അറിയില്ല. എങ്ങനെയുണ്ട്? സംഗതി സൂപ്പർ. ഇത് ചേമ്പുന്നുണ്ട് ബജിയാ. കണ്ട ചേമ്പുന്നുണ്ട്? അറിയില്ല. സൂപ്പറായില്ലേ? എങ്ങനെയുണ്ട് നോക്ക്. ഒന്ന്